പി വി അൻവറിന്റെ റോഡ് ഷോ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് എം പി യൂസഫ് പത്താനും ഇത് ഒരു പുതിയ അനുഭവമാണ്. കാരണം അദ്ദേഹം ഇതുവരെ പങ്കെടുത്തിട്ടുള്ള പരിപാടികളിലേക്കാൾ കൂടുതൽ ജനസാഗരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ പി വി അൻവറിനുണ്ട്. എന്നാൽ മത്സരിക്കുന്നത് കത്രിക ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്. അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ ഈ റോഡ് ഷോ അത് യൂസഫ് പത്താനും ഒരു പുതിയ അനുഭവമായി മാറുകയാണ്. കാഴ്ചയുടെ സൗന്ദര്യം, അതോടൊപ്പം ആവേശമായി കൈവീശി കാട്ടുന്ന ആളുകൾ, എല്ലാവർക്കും നേരെ വിജയചിഹ്നം ഉയർത്തിയും കൈവീശി കാട്ടിയും യൂസഫ് പത്താനും ഈ റാലിയുടെ ഒരു ആവേശമായി മാറുകയാണ്. മാൻ ഓഫ് ദ മാച്ചായി പി വി അൻവർ മാറും നിലമ്പൂരിൽ എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ യൂസഫ് പത്താനും പങ്കുവച്ചിരിക്കുന്നത്. ദീപക് മലയമ്മ, മഴയൊന്നു വന്നപ്പോൾ നമ്മുടെ സംഭാഷണം ഒന്ന് മുറിഞ്ഞുപോയി. പക്ഷേ നിലമ്പൂരുകാരുടെ അൻവറിനോടുള്ള ആത്മബന്ധം ഇളകാതെ നിൽക്കുന്നു എന്നല്ലേ ഈ ആവേശം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ അങ്ങനെ വോട്ട് എന്നുള്ള നിലയ്ക്ക് പി വി അൻവർ നൽകുന്ന ഐക്യദാർഢ്യം, പി വി അൻവറിനെ പിന്തുണച്ച് എത്തിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധിയായ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഇപ്പോൾ കരിമ്പുഴ കടന്ന് ഈ യാത്ര ചുങ്കത്തറയിലേക്ക് എത്താൻ പോകുന്നത്. കാനനപാത കൂടി കടന്നിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുമാണ്. പക്ഷെ അപ്പോഴും ഒരു തരത്തിലും ഒരു ആവേശത്തിന് കുറവ് ഈ റോഡ് ഷോയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പൊതുവെ ഇനി വരുന്ന ചൊവ്വാഴ്ചയാണ് കൊട്ടിക്കലാശം നടക്കേണ്ടത്. ആ കൊട്ടിക്കലാശത്തിന് തൊട്ട് മുന്നോടിയായി തന്നെ ഒരു കൊട്ടിക്കലാശം തന്റെ ഭാഗത്ത് നിന്ന് കാണിക്കാം എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം ഇങ്ങനെ കണ്ട ഒരു ജനപങ്കാളിത്തത്തോടു കൂടി റോഡ് ഷോ ഏതാണ്ട് 22 കിലോമീറ്ററോളം ദൂരം കോടതിപ്പടിയിൽ നിന്ന് തുടങ്ങി വഴിക്കടവ് വരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു മികച്ച സംഘാടകന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യവുമാണ്. ആ അർത്ഥത്തിൽ ഒരു മികച്ച സംഘാടക എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് പി വി അൻവർ എന്ന് പറയേണ്ടി വരും. ഇന്നലെ തന്നെ ഏതാണ്ട് 40-ലധികം പ്രചരണ വാഹനങ്ങളാണ് പി വി അൻവർ. ദീപക് മലയമ്മ, നമുക്കിപ്പോൾ യൂട്യൂബിൽ 71,000 പേരാണ് ഈ പി വി അൻവറിന്റെ റോഡ് ഷോ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അൻസ് മതിലകത്ത് പറയുന്നു റിപ്പോർട്ടറിൽ 71K എങ്കിൽ പി വി അൻവർ 75K, അതായത് 75,000 വോട്ട് പിടിക്കുമെന്നാണ് പി വി അൻവറിന്റെ അനുകൂലികളൊക്കെ വന്ന് കമന്റ് ഇടുന്നത്. പി വി അൻവർ പിടിക്കുന്ന വോട്ട് എത്രയായിരിക്കും? ആ ഒരു കണക്കങ്ങോട്ട് ഒപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയല്ലേ ഇപ്പോൾ ഈ ഘട്ടത്തിലും UDF-ഉം LDF-ഉം? പി വി അൻവർ പിടിക്കുന്ന വോട്ട് എത്രയെന്നുള്ളത് നാട്ടുകാർക്ക്, വോട്ടർമാർക്ക് ഉള്ള സംശയത്തേക്കാൾ വലിയ സംശയമാണ് ഇരു മുന്നണികൾക്കുമുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും ഒക്കെ ആളുകളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം, പി വി അൻവർ ഒരു ഫാക്ടറാകുമോ, പി വി അൻവർ വോട്ട് പിടിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരാറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പി വി അൻവർ അത്ര കണ്ട് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിലില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ UDF-ന്റെയും LDF-ന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് വരാറുള്ളത്. എന്ന് വെച്ചാൽ അത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുന്നണികളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കണക്കുകൂട്ടൽ. എന്നാൽ ഇന്ന് ആ കണക്കുകൂട്ടൽ ഒന്ന് മാറ്റിക്കൂട്ടേണ്ടി വരുമോ എന്നുള്ള ആലോചനയിലേക്ക് മുന്നണികൾ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെയാണ് ഇത്രയധികം മനുഷ്യർ പി വി അൻവറിന്റെ ഈ പ്രചരണ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത്? ഞാനിപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ ചുങ്കത്തറയിൽ നിന്നടക്കമുള്ള ആളുകൾ, മറ്റ് പഞ്ചായത്തുകളിൽ നിന്നടക്കമുള്ള ആളുകൾ, നിലമ്പൂർ മണ്ഡലത്തിലുള്ള വോട്ടർമാർ തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി കൂടുതലും എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തെ ജില്ലയ്ക്കകത്തുള്ള ആളുകളും ഉണ്ടായേക്കാം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ കണ്ടുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു ഇരുചക്ര വാഹനത്തിന്റെ പിറകിലാണ് ഈ ഒരു റാലിയിൽ യാത്ര ചെയ്യുന്നത്. ആ ഇരുചക്ര വാഹനത്തിൽ ഇപ്പോൾ ചുങ്കത്തറയിലേക്ക് എത്തുകയാണ് പി വി അൻവറിന്റെ റോഡ് ഷോ.